നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഷോയ്ക്ക് വരാൻ പോകുന്ന വ്യക്തി വാർത്തകളിലും ചർച്ചകളിലും ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചില സമയങ്ങളിൽ ഉത്സാഹവും കൂടിയും ചില സമയത്ത് അഹങ്കാരം കൂടിയും. ഇദ്ദേഹം തന്റെ മ്യൂസിക് മുഖേനയോ അതുപോലെ സ്റ്റൈൽ മുഖേനയും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സിയിൽ കുടുങ്ങുന്ന ഒരു വ്യക്തിയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ ആരംഭിക്കാം. മ്യൂസിക് ഡയറക്ടറും ഒപ്പം സിംഗറുമായ ഹിമേഷ് രേഷമ്യ ആപ്കി അദാലത്തിൽ ഹാജരാകുവാനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ജഡ്ജി എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീമതി ഉമാ ശർമ്മയാണ്. ആദ്യം നമുക്ക് ജഡ്ജിയുടെ അനുവാദം ചോദിക്കാം. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് കുറച്ച് ധൃതി കൂടുതലാണ് എന്നുള്ളതാണ്. ഹിമേഷ്, ഞാൻ കേട്ടിരുന്നു താങ്കളുടെ കുട്ടിക്കാലം മുതലേ താങ്കളെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് താങ്കൾ ഈ മ്യൂസിക്കിനുള്ളിലേക്ക് വന്നു. കുട്ടിക്കാലം മുതലേ മ്യൂസിക് ചെയ്യാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാണ്. എൻ്റെ ഫാമിലിയിൽ പോലും എനിക്കിങ്ങനെ സ്ട്രെസ് ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് താങ്കളുടെ സ്ട്രെസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കൂ. 13 വയസ്സെന്ന് വെച്ചാൽ നന്നായിട്ട് കളിക്കാൻ, നന്നായിട്ട് ആഹാരം കഴിക്കുന്ന സമയമാണ്. പക്ഷെ താങ്കൾ ആ പ്രായത്തിൽ മ്യൂസിക് ഡയറക്ടർ ആകാൻ ആഗ്രഹിച്ചു. സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വിചാരിച്ചിരുന്നു. അതിന് എൻ്റെ അച്ഛൻ ശരിക്കും പ്രോത്സാഹിപ്പിച്ചു അതിനുവേണ്ടി. പക്ഷേ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 12 വയസ്സുള്ളപ്പോൾ എൻ്റെ ബ്രദറിനെ എനിക്ക് നഷ്ടമായി. എനിക്ക് വെറും 12 വയസ്സുള്ളപ്പോൾ പിന്നീട് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതായത് ആർക്കും നേടാനാവാത്തത് എനിക്ക് നേടണമെന്നുണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ദൈവം എന്റെ കൂടെ. 16-ാമത്തെ വയസ്സിൽ ധാരാളം പാട്ടുകൾക്ക് സംഗീതം നൽകി വളരെ വേഗം ഉയർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഇത്രയ്ക്ക് ധൃതി വേണ്ടെന്ന് ആരും താങ്കളോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. ഒരുപാട് പേർ പറഞ്ഞിരുന്നു, നീ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല എന്ന്. പക്ഷേ ഞാൻ നേരെ മറിച്ചാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ചെറിയ സിനിമയിൽ നിന്ന് തുടങ്ങരുത്. ഒരുപക്ഷേ ഒരു വലിയ സിനിമയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിലെ പാട്ടുകൾ, അതായത് അതിൽ ഒരു പാട്ടാണെങ്കിൽ പോലും അത് തീർച്ചയായും എൻ്റെ അച്ഛന് സാറ്റിസ്ഫൈ ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ അച്ഛന് എനിക്ക് അത്ര ഇഷ്ടമാണ്. എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഹിറ്റ് കൊമേഴ്സ്യൽ സെൻസ് എനിക്കുണ്ട്. പക്ഷേ കോമ്പോസിഷൻ ലെവലിൽ അങ്ങനെ ഇല്ലെന്ന് തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ഈ പാട്ടിൽ എങ്ങനെയൊക്കെ കമേഴ്ഷ്യലിസം കൊണ്ടുവരാമെന്ന് ഞാൻ ചിന്തിച്ചു. രാഗം ബേസിൽ ഒരു കംപ്ലീറ്റ് മെലോഡിയാണ് ഞാൻ ശ്രമിച്ചത്. അതെനിക്ക് പ്യാർ കിയാത്തോ ഡർനാ കായിൽ അവസരമായി കിട്ടി. 1 മിനിറ്റിൽ ഞാൻ സോങ് കമ്പോസ് ചെയ്ത് കാണിച്ചു. അവരത് ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അതിന്റെ പ്രോസസ് തുടങ്ങി, റെക്കോർഡ് ചെയ്തു, പുറത്തിറങ്ങി. അത്രയേ ഉള്ളൂ. താങ്കളുടെ അച്ഛൻ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. താങ്കൾ ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് വന്നത്. താങ്കൾ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ആസ് എൻ എവിഡൻസ് കോർട്ടിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളെക്കുറിച്ച് 2 കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് കുട്ടിക്കാലം മുതലേ താങ്കൾ പുഷ് ചെയ്തെന്നാണ്. അതെ, അവന് 6 വയസ്സുണ്ടായിരുന്നപ്പോ ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരുന്നു. അത് ഞാൻ അവനോട് പാടാൻ പറഞ്ഞു. അവനാ പാട്ട് പാടിയ രീതി, ഞാൻ ആ പാട്ട് എങ്ങനെയാണോ കമ്പോസ് ചെയ്തത് അതിനേക്കാളും 10 മടങ്ങ് അവന്റെ വികൃതിയും അതിൽ മിക്സ് ചെയ്ത് അവനത് കൊമേഴ്സ്യൽ ആംഗിളിൽ മിക്സ് ചെയ്ത് മാറ്റിക്കളഞ്ഞു. ഞാൻ ഈ പാട്ട് ഇങ്ങനെ മാറ്റിയെന്നും പറഞ്ഞ് അവൻ കാണിച്ചു തന്നു. ഞാൻ കൊടുത്ത അതേ പാട്ട് അവൻ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇവന്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇവന് പൂർണ്ണമായിട്ടൊരു കമ്പോസർ ആവാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇദ്ദേഹം കമ്പോസ് ചെയ്യുന്ന പാട്ടുകളിൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പാട്ടുകളുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതെ, എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. അവന്റെ ഉള്ളിലുള്ള കഴിവ് അതെല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഞാൻ അവന് പറഞ്ഞുകൊടുത്ത കാര്യങ്ങളെക്കാളും അവൻ സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. എന്നേക്കാളും വലിയ ഉയരങ്ങളിലെത്തി. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ല, അതായത് താങ്കളും പണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത വ്യക്തിയാണെന്ന്. താങ്കൾ സിന്തസൈസ് വായിക്കുന്ന വിധം നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയിൽ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല. താങ്കളാണ് ആ ട്രെൻഡ് കൊണ്ടുവന്നത്. അതെ, ഞാൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്, കീബോർഡ്, അതെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി താങ്കൾക്കൊന്ന് ചെയ്യാൻ സാധിക്കുമോ? താങ്കൾ കീബോർഡ് വായിക്കുന്ന സമയത്ത് ഹിമേഷ് പാടിയാൽ നന്നായി. തീർച്ചയായും വായിക്കാം. दीवारों पे
है तेरा तेरा, नाम 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 है तेरा तेरा। दिल की सर्द दीवारों पे, दीवारों पे नाम है तेरा तेरा, नाम है तेरा तेरा, नाम है तेरा तेरा, नाम है तेरा तेरा। ओ आशिक बनाया, आशिक बनाया, आशिक बनाया अपने। तेरे बिन सूनी सूनी है बाहें, तेरे बिन प्यासी प्यासी निगाहें, तेरे बिन बिन असर मेरी आए, तेरे बिन लम्हा लम्हा सताए, तेरे बिन बेकरारी जलाए, तेरे बिन चैन मुझको ना आए, तेरे बिन ओ आशिक बनाया, आशिक बनाया, आशिक बनाया अपने। Thank you. ഹിമേഷ്, താങ്കൾ വളരെ നന്നായിട്ട് പാടി. പക്ഷേ എല്ലാവരും ഒരു ചോദ്യം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ മൂക്കിൽ കൂടെ പാടുന്നത്? ഇതിനെന്ത് പറയാനാണ്? അതിനു വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ മൂക്കുകൊണ്ടാണ് പാടുന്നത്. ഇതിനെനിക്ക് നാണക്കേടൊന്നുമില്ല, അഭിമാനമേ ഉള്ളൂ. അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്തു. ഇന്നും താങ്കൾ അതിന് ഉത്തരം നൽകിയില്ല. കാരണം മുകേഷ് സാറും മൂക്കിൽ കൂടാണ് സാധാരണ പാടുന്നത്. R.D. വർമ്മൻ സാറും അങ്ങനെ തന്നെയാണെന്ന് താങ്കൾ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. സത്യത്തിൽ ഞാൻ മുകേഷ് ജി, മുസ്രത് ഫത്തേ അലി ഖാൻ, R.D. ബർമൻ ജി, ഇവരെയൊക്കെ ഞാൻ മെന്ററായി കരുതുന്നു, ഇവരെയൊക്കെ പൂജിക്കുന്നു. ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഹൈ പിച്ച് വോയിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സമയത്ത് സ്വരങ്ങളിൽ ചിലത്, അതായത് ചില വരികൾ അങ്ങനെയേ വരൂ. ഇനി ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ആരെക്കുറിച്ചും ഒരു കാര്യവും പറയില്ല, ആരെക്കുറിച്ചും ഒന്നും പറയില്ല. അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഞാൻ പറയുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ആശാജി എന്നോട് ദേഷ്യപ്പെടുക. ശരി, മറ്റൊരു കാര്യം പറയൂ. ആശാജി നിങ്ങളെപ്പറ്റി ഹിമേഷ് R.D. ബർമനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് നേരിട്ട് വന്ന് അടിക്കണമെന്നാണ് പറഞ്ഞത്. ആ അടിക്കുന്ന ശബ്ദം താങ്കളുടെ ചെവിയിൽ വന്ന് പതിച്ചോ? അല്ല, ശരിക്കും ഞാൻ വളരെ എമോഷണലായി. ശരിക്കും ആ സമയത്ത് അങ്ങനെ ആയിപ്പോയി. അത്രയ്ക്ക് ഫീലിംഗ് ആയിരുന്നു ഞാൻ തെറ്റിയതെന്നും പറഞ്ഞ്. എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഐ ആം റിയലി സോറി ആശാജി, എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു ചെറിയ പയ്യനായി കരുതി ക്ഷമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഒരിക്കലും ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. എല്ലാ ഇന്റർവ്യൂവിലും അങ്ങനെയാണത് മെൻഷൻ ആയിരിക്കുന്നത്. അതെന്റെ തെറ്റല്ല. ഞാൻ ലക്ഷ്മികാന്ത് പാരിലാൽ, R.D. ബർമൻ ജി, ഇവരെയൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതായത് എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയത്. എന്റെ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരെ ഒരിക്കലും അപമാനിക്കുന്നയാളല്ല ഞാൻ. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ മകൻ ഇത്തരക്കാരനാണെന്ന് ഒരിക്കലും അവരുടെ മുഖത്തു നോക്കി ആരും പറയാൻ പാടില്ല. ഐ എം സോറി. സോ ഇന്ന് താങ്കൾ പബ്ലിക്കായിട്ട് അംഗീകരിക്കുകയാണ്, അതെ ഞാൻ മൂക്കിൽ കൂടാണ് പാടുന്നത്, എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആവുമെന്നാണോ പറയുന്നത്? ഇതിനെന്ത് മറുപടിയാ ഞാൻ പറയാ? എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അതെ, ഞാൻ മൂക്കുകൊണ്ടാണ് പാടുന്നത്. എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞാൽ ഇവിടുന്നൊരു കോൺട്രവേഴ്സി സ്റ്റാർട്ടാവും. ഇനി ഞാൻ അങ്ങനെയല്ല പാടുന്നതെന്ന് പറഞ്ഞാൽ മതി. വേറെന്തെങ്കിലും എക്സ്പ്ലനേഷനും കൊടുത്താൽ ചിലപ്പോൾ അത് വേറെ രീതിയിൽ പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പാടുന്നത്. ഹിമേഷ്, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ചോദ്യങ്ങളുടെ തുടക്കം മാത്രമാണ് ഇതുവരെ.
ബ്രേക്കിന് ശേഷം ഹിമേഷിനോട് ചോദ്യങ്ങൾ തുടരുന്നതാണ്. ഒബ്സെഷനെ കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. അത് കാരണം പലരെ ഇദ്ദേഹം ദേഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടറും സിംഗറുമായ ഹിമേഷ് രേഷ്മിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും വെള്ളത്തിലാണ് എന്നുള്ളതാണ്. ഹിമേഷ്, പലരും പറയാറുണ്ട് താങ്കൾ പാട്ട് പാടുന്ന സമയത്ത് ജലക് ദിഗ്ലാജ, ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് താങ്കളുടെ മുഖം കണ്ട് ഇങ്ങനെ പാടാറുണ്ടോ, ജലക് ദിഗ്ലാജ എന്ന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ആൻഡ് ലക്കിലി ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ ഹോബി. 19 മണിക്കൂർ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൊഫഷനോട് എനിക്ക് അത്ര ആത്മാർത്ഥതയാണ്. എൻ്റെ പാഷനോടുള്ള ഈ ആത്മാർത്ഥത കാരണം ചില കാര്യങ്ങളിൽ ഞാൻ അബ്സസ്ഡ് ആവാറുണ്ട്. പക്ഷേ ആരെയും ഞാൻ താഴ്ത്തി പറഞ്ഞിട്ടില്ല. പക്ഷേ മ്യൂസിക്കിനേക്കാൾ, സംഗീതത്തിനേക്കാൾ താങ്കളുടെ മുഖത്ത് ശ്രദ്ധ കൊടുക്കുന്നു, താടിയിൽ ശ്രദ്ധ കൊടുക്കുന്നു, തലയിൽ വെക്കുന്ന തൊപ്പിയിൽ ശ്രദ്ധ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലുക്ക് ഇത് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ചിലപ്പോൾ നേരെ മറിച്ചുമായിരിക്കാം. നിങ്ങൾ ഒബ്സഷനെക്കുറിച്ച് പറയുന്നു. അതായത് യഥാർത്ഥത്തിൽ എൻ്റെ മ്യൂസിക്കിലൂടെയാണ് ഇതെല്ലാം ശരിക്കു പറഞ്ഞാൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ മ്യൂസിക് വീക്കായി, വോയിസ് വർക്കായില്ലെങ്കിൽ ഈ ലുക്ക് ഇതും വർക്കാവില്ല. ഏതോ ഒരു വിധത്തിൽ ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ എല്ലാം വർക്കൗട്ടാവും. ആ സമയത്ത് ഇതെല്ലാം ചർച്ച ചെയ്ത് ജനങ്ങൾ അതിനെ വലുതാക്കി ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും. അതർവൈസ് ഇതിൽ വേറൊന്നുമില്ല. ഞാൻ എൻ്റെ വർക്കിൽ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ എൻ്റെ ലുക്കിലാണ് അബ്സസ്റ്റ് കാണിക്കുന്നതെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. കാരണം എൻ്റെ സ്വന്തം അനിയത്തിയെപ്പോലെ ഒരാളുണ്ട്, രൂപ ജഡ. എനിക്ക് അവരെ വളരെ ബഹുമാനമാണ്. അവരാണ് എനിക്ക് ഈ ലുക്ക് ഡിസൈൻ ചെയ്തു തന്നത്. പ്രശാന്ത് ജഡ എൻ്റെ വീഡിയോയുടെ ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഈ ലുക്ക് എനിക്ക് തന്നത്. ഈ ക്യാപ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. പറഞ്ഞു വന്നാൽ ഇത് ശരിക്കും ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റായി മാറിയെന്ന് പറയാം. പിന്നെ ഹിമേഷ്, ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, അവർക്ക് ചോദിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിമേഷ് രേഷ്മിയ ഈ തൊപ്പി എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നതെന്ന്. ഈ തൊപ്പി ഞാൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് ഞാൻ എപ്പോഴാണ് ഊരുക, ഇതൊക്കെ ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരം ഞാൻ സുരൂർ ദ മൂവി റിയൽ ലവ് സ്റ്റോറിയിൽ നൽകും. അതിൽ താങ്കൾ തൊപ്പി ഊരി വെക്കൂ? അതിൽ തൊപ്പി അൺഫോൾഡ് ആകാൻ പോവാണ്. ആൻഡ് ഒരു ചെറിയ പോർഷനിൽ, അതായത് റിയൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഉടനെ അതൊരു ഓട്ടോബയോഗ്രേറ്റഡ് മൂവിയാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു ഫാസ്റ്റ് ബേസ്ഡ് ത്രില്ലറാണ്. അതിലൊരു റൊമാൻസ് ആംഗിൾ ഉണ്ട്. അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ആ ചില മൂമെന്റ്സ് ഔട്ട് ആൻഡ് ഔട്ട് ജീവിതത്തിൽ റൊമാൻസും ഉണ്ട്, പിന്നെ കമേഴ്ഷ്യലും ഉണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമയിൽ അതിനുള്ള ഉത്തരം ഉണ്ടാവും. കുറച്ചുനാൾ മുമ്പ് മ്യൂസിക് ഡയറക്ടർ അനു മാലിക് ഇവിടെ വന്നിരുന്നു ഈ ഷോയ്ക്ക് വേണ്ടി. ഇവിടെയാണ് ഇരുന്നത് അദ്ദേഹം. അനു മാലിക് ഈ ഷോയിൽ വെച്ച് എന്താ പറഞ്ഞെന്ന് വെച്ചാ, എന്റെ തൊപ്പിയാണ് ഹിമേഷ് മോഷ്ടിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അനു മാലിക് ജി ഒരു സീനിയർ മ്യൂസിഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെയേറെ ബഹുമാനമാണ്. ഐ റിയലി റെസ്പെക്ട് ഹിം. ഞാൻ അദ്ദേഹത്തിൻ്റെ തൊപ്പി മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ മോഷ്ടിച്ചെന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വാ തുറക്കാൻ ശരിക്കും പറഞ്ഞ പേടിയാണ്. ഞാൻ എന്തു പറഞ്ഞാലും അത് വലിയ പ്രശ്നമായി മാറുന്നൊരു സമയമാണിത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും പേടിച്ച് ഉത്തരം പറയുന്നത്, വേറൊന്നുമല്ല. ഈ ഷോക്ക് ഞാൻ വളരെ ഭയന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ കുറച്ചുകൂടി ഭയം കൂടി. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേടിക്കണ്ട, ജനങ്ങളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ജനങ്ങൾ താങ്കളെ സംരക്ഷിച്ചോളൂ, അവർ താങ്കൾക്ക് വേണ്ടി സാക്ഷി പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഐ ഡോണ്ട് നോ തൊപ്പിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ. കാരണം അനു പറഞ്ഞിരുന്നു ഈ ഷൂ ധരിക്കുന്നത്, ഈ ബീഡ്സ് ധരിക്കുന്നത്, ഇതുപോലത്തെ സ്റ്റൈലെല്ലാം റോക്ക് സ്റ്റാർ ആകാൻ വേണ്ടിയാണ്. ആദ്യം ചെയ്തത് ഞാനാണ്. അങ്ങനെ ഒറിജിനൽ റോക്ക് സ്റ്റാർ അനു മാലിക് ആയിരുന്നു. ഇന്ന് താങ്കൾ കോപ്പി അടിച്ചതായിട്ട് പറയുന്നു. ബട്ട് അനുജി അദ്ദേഹത്തെ റോക്ക് സ്റ്റാർ എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. അതിലൊരു പ്രശ്നമില്ലല്ലോ, അതല്ലേ ശരി. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നയാളാണ്. തന്നെയുമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ തൊപ്പി മോഷ്ടിച്ചു എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം മൂക്കുകൊണ്ട് പാടുന്നയാളല്ലോ.
പക്ഷേ ഇത് സത്യമല്ലേ? താങ്കളുടെ ലുക്സിൽ താങ്കൾ എപ്പോഴും കെയർഫുൾ ആണ്. അതായത് താങ്കൾ ഏതെങ്കിലും ഒരു ആൽബം ചെയ്യുകയാണെങ്കിൽ, സുറൂർ പോലെയുള്ള ആൽബം ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് താങ്കൾ കഷ്ടപ്പെട്ട് 8 കിലോയാണ് താങ്കൾ കുറച്ചത്. അതെ, ഞാൻ കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ 10 കിലോ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫിറ്റ്നസ് പോയിന്റ് ഓഫ് വ്യൂവിൽ 80 ബെറ്ററാണ്. എപ്പോഴും ശരീരം ഫിറ്റായി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓൾവേസ് നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അത് നിറവേറ്റിയേ പറ്റൂ. അല്ലാതെ ഇതെന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയരുത്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ സിനിമ ഇറങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. നോക്കാം. പടം കുറച്ച് ലേറ്റ് ആകാം, പക്ഷേ അതിനുള്ള ഏർപ്പാടുകളൊക്കെ താങ്കൾ നേരത്തെ ചെയ്തു. താങ്കളുടെ ഏത് മ്യൂസിക് വീഡിയോ ആണെങ്കിലും ശരി, അതിൽ ഹീറോ വലുതായിട്ട് കാണാൻ പറ്റില്ല, ഹിമേഷിനെ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഇതിനെ ഒബ്സെഷൻ എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അതായത് ഈ വീഡിയോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോറിനിൽ പണ്ടേ ഉള്ളതാണ്. ഇന്ത്യയിലും ഇപ്പോൾ എന്നിലൂടെയാണ് ആദ്യം വരുന്നത്. ഒരു ഭാഗത്ത് ഫിലിമിന്റെ വീഡിയോസ്, മറ്റൊരു ഭാഗത്ത് സിംഗറിന്റെ വീഡിയോസ്, അതിൽ പ്രമോഷൻ ചെയ്യുന്ന പോലെ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഡിസിഷൻ എന്റേതല്ല. ഹീറോസ് എന്നെ സപ്പോർട്ട് ചെയ്തു, പിന്നെ ഡയറക്ടർ സപ്പോർട്ട് ചെയ്തു, പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തു. തന്നെയുമല്ല, ഹീറോസിന് ഇത് കാരണം യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ മ്യൂസിക് കമ്പനി എനിക്കിതിൽ നന്നായി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടായിട്ടേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഒരു കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും വരാതിരുന്നാൽ ബെറ്ററായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇത് സത്യമാണോ? താങ്കൾ താങ്കളെ റോക്ക് സ്റ്റാർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് മൈക്കിൾ ജാക്സനെ ഒരു ഐഡിയൽ ആക്കിക്കൊണ്ട്, അതുപോലെ എന്തെങ്കിലും? അല്ല, ഐഡിയൽ എന്ന് പറയുന്നത് ഈ റോക്ക് സ്റ്റാർ എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഒരു ലെവലിനപ്പുറം യഥാർത്ഥത്തിൽ അക്സെപ്റ്റ് ആവാത്ത രീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. കുറേശ്ശെയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തു. ശരി, അതൊരു സൈഡ് ഇരുന്നോട്ടെ. ഒരു സിംഗർ ഒരു ആൽബം ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ വരണം, ഏത് രീതിയിലായിരിക്കണം? പ്രശാന്ത് ശരിക്കും നല്ല വീഡിയോസാണ് ഇതിനുവേണ്ടി സൃഷ്ടിച്ചത്. പാട്ടുകളൊക്കെ വളരെ പോപ്പുലറായി. അതുകൂടാതെ ഷോസൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന പോലെ നമ്മുടെ ഇന്ത്യയും പുറകിലല്ലാന്ന് നമുക്ക് തോന്നിത്തുടങ്ങി. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. വെദർ വെമിലി ആയിക്കോട്ടെ, സെന്റർ ഹാവി തിയേറ്റർ ഹോളിവുഡ്, ഇങ്ങനെയുള്ള എല്ലാ അരീനാസിലും ഹോളിവുഡ് ആർട്ടിസ്റ്റാണ് പെർഫോം ചെയ്യുക. അവിടെ പോയി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഇന്ത്യക്കൊരു പേരുണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. നല്ല ക്രൗഡുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളെക്കാളും എനിക്ക് ക്രൗഡുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയെല്ലാം നടന്നു, സംഭവിച്ചു. ആ കാര്യത്തിൽ എനിക്ക് ശരിക്കും വല്ലാത്ത സ്ട്രെസ് ഉണ്ടായിരുന്നു. അതായത് അത് വളരെ ചാലഞ്ചായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. താങ്കൾ റോക്ക് സ്റ്റാർ ആകാൻ വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കുന്നുണ്ട്, ഡിസൈനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ സമയം ചെലവാക്കുന്നു, പിന്നെ താങ്കൾ പുറത്തെല്ലാം പോയി ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ എപ്പോഴാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്? മ്യൂസിക് ഞാൻ എന്നും കാലത്ത് 9 മുതൽ 12 വരെ ഒരു 3 പാട്ട് കമ്പോസ് ചെയ്യും ഡെയിലി. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യഥാർത്ഥത്തിൽ അതിൻ്റെ രാഗങ്ങളാണ്, സ്വരങ്ങൾ. ആ സ്വരങ്ങൾ വർക്കായില്ലെങ്കിൽ മ്യൂസിക് വർക്കാവില്ല. അതായത് എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനം, സിംഗറേക്കാളും പ്രധാനം മ്യൂസിക്കാണ്, കമ്പോസിംഗ്. പറയുന്നത് ഈ ഏതെങ്കിലും ഒരു സോപ്പ് ഫാക്ടറിയോ അല്ലെ എണ്ണ ഫാക്ടറിയോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് നിർമ്മിക്കുന്ന ഫാക്ടറിയിലോ ദിവസവും 3 ബോട്ടിൽ നിർമ്മിക്കുന്ന പോലെയാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണെന്നേ ഞാൻ പറയൂ. ദിവസവും 2-3 പാട്ട് ട്രൈ ചെയ്യും, അത് നടക്കും. അതായത് പലതവണ ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, ഇതുവരെ താങ്കൾ 1000 ട്യൂൺ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിമേഷ് ഒരു ഷോറൂം പോലെയാണ്. ആർക്ക് എപ്പോ വേണേലും വന്ന് എന്ത് വേണേലും എടുത്തോണ്ട് പോവാം. സർ, മുൻപ് അങ്ങനെയായിരുന്നു. ഇതുപോലെയാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷനിൽ, അതായത് വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടും അവർക്കെല്ലാം അവരുടേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ, അന്നെനിക്ക് 18-20 വയസ്സ് പ്രായം. മ്യൂസിക് ഡയറക്ടർ, എൻറ്റർ, ഗെറ്റ് സം ഫിലിംസ്. ഞാൻ ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസേഴ്സിന് കോൾ ചെയ്യും. എന്റെ സിറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയും. ഇത് ഞാൻ ചെയ്ത പാട്ടുകളാണ്, ഇത് നിങ്ങളുടെ സിനിമയ്ക്ക് യൂസ് ആവുകയാണെങ്കിൽ പ്ലേസ് ആകുമെന്ന് നോക്കാൻ പറയും. അതായത് സിനിമകളിലെ സിറ്റുവേഷൻ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ ഹിന്ദി സിനിമകളിൽ പുതിയ പുതിയ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവാറില്ല. അതായത് റൊമാൻറ്റിക് പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ. സോ ഞാൻ ബെസ്റ്റ് ഓഫ് ദ കോമ്പോസിഷനിൽ കഠിനമായി പ്രയത്നിച്ചു. അവർക്കത് പ്ലേ ചെയ്ത് കാണിച്ചു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പ്രൊഡ്യൂസേഴ്സ്, മ്യൂസിക് കമ്പനീസ്, അവരാ പാട്ട് വാങ്ങിച്ചു. അത് വളരെ സക്സസ്ഫുൾ ആയി. സോ ഒരു ഫാക്ടറി പോലെ ഞാൻ വർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ
അതിലൂടെ എല്ലാവർക്കും പ്രയോജനമുണ്ടായി എന്നും മനസ്സിലാക്കണം. താങ്കളോട് ഇതുവരെ ആരും ഈ ചോദ്യം ചോദിച്ചില്ലേ? താങ്കൾ മറ്റുള്ളവരുടെ സംഗീതം മോഷ്ടിച്ചാണ് ട്യൂൺസ് ഒക്കെ ഇട്ടത്. ഒരാൾക്ക് ഇത്രയും ട്യൂൺ ഇടാൻ എങ്ങനെ സാധിക്കും? അതായത് ഞാൻ 12-13 വയസ്സ് മുതലേ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ എനിക്ക് മോഷ്ടാവെന്നൊരു പേര് കിട്ടിയിട്ടില്ല. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്റെ അടുത്ത് ഒറിജിനൽ ഒരുപാട് പാട്ടുകൾ എന്റെ ഉള്ളിലുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ ആ പാട്ടിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ നമ്മളടുത്ത് പാട്ടില്ല എന്നുള്ളൊരവസ്ഥ വരരുത്. തന്നെയുമല്ല, ഈ പാട്ടുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും തോന്നരുത്. പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും നമുക്ക് ഇഷ്ടമുള്ള പാട്ട് എവിടെയുണ്ട്, ഇത് നമ്മൾ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിലായിരിക്കണം. മറിച്ച് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതായത് എന്റെ അടുത്ത് ഒരു സിറ്റുവേഷനിൽ തന്നെ 10 ഓപ്ഷനിലുണ്ടാവും പാട്ടുകൾ. അതായത് അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ അറിഞ്ഞു ഗുജറാത്തിലുള്ള ഒരു ഗ്രാമത്തിൽ ജലക് ദിഗ്രാജ എന്നുള്ള പാട്ട് വരുന്ന സമയത്ത് ആ പാട്ട് കേട്ടാ പ്രേതം വരുമെന്ന്. ജലക് ദിഗ്ലാജ എന്നുള്ള പാട്ട് കേട്ട് പ്രേതം വരുന്നു എന്നറിഞ്ഞപ്പോ ഞാനും ശരിക്കും പേടിച്ചുപോയി. അതിനുശേഷം ആ പാട്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ മരിച്ചതിന് ശേഷമാണ് ആ പാട്ട് കേട്ട് പ്രേതം വരുന്നതെന്ന് താങ്കൾ അറിഞ്ഞില്ലേ? അല്ല, ആ സോങ് ശരിക്കും എന്റെ ഒറിജിനൽ സോങ് ആണ്. അതായത് ആ പ്രേതകഥ ന്യൂസ് ചാനൽസൊക്കെ നേരിട്ട് പോയി അവിടെ കണ്ടതാണ്. അവരവിടെ ചെന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായെന്ന് എനിക്കിതുവരെ അറിയില്ല. പിന്നീട് ആ പാട്ട് എല്ലായിടത്തും പ്ലേ ആയി. പക്ഷെ പ്രേതം വന്നതായി ഒരറിവുമില്ല. ഒരുപക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ഗോസ്റ്റ് ആയിരിക്കാം. അതായിരിക്കും ആ പാട്ട് അത്രയും ഹിറ്റായത്. ഹിമേഷ്, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം താങ്കളുടെ മ്യൂസിക് ഡയറക്ഷനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഉത്തരവും കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടറും സിംഗറുമായ ഹിമേഷ് രേഷ്മയോടാണ്. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു അഹങ്കാരിയാണ് എന്നുള്ളതാണ്. ഹിമേഷ്, ഇത് സത്യമാണോ? താങ്കൾ വിജയത്തിന്റെ പടിക്കെട്ടുകൾ കയറുന്തോറും, താങ്കൾ സക്സസ് ആകുന്തോറും, താങ്കളുടെ പാട്ടുകൾ ഹിറ്റാകും തോറും താങ്കളുടെ ഉള്ളിൽ കുറച്ച് അഹന്ത കൂടുന്നെന്ന് കേട്ടു. ഏതെങ്കിലും 2 ഇൻസിഡൻസിൽ എന്റെ പക്കൽ അരഗൻസ് ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 99% എന്റെ ഷൈനസിനെ അരഗണ്ടെന്ന് തെറ്റിദ്ധരിച്ചതാണ്. അതാണ് അതിന്റെ ശരി. ഞാൻ ഒരിക്കലും ആരെക്കുറിച്ചും ഇതുപോലെ കമന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് R.D. ബർമൻ സാറിന്റെ കാര്യമൊഴികെ. ആൻഡ് അതർവൈസ് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് ഞാൻ മറ്റുള്ളവരുടെ കമന്റ്സും താങ്കളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോനു നിഗം വലിയ സിംഗറാണ്, താങ്കൾക്കും അറിയാം. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ദൈവം ഹിമേഷിന്റെ ബുദ്ധി നല്ല രീതിയിൽ കൊണ്ടുപോകണം, താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അതായത് സോനു നിഗംജി എൻ്റെ കൊളീഗായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ കമ്പോസിങ്ങിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരു നല്ല വർക്കിംഗ് റാപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് സിംഗറാണെന്ന് ഞാൻ പറയും. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ടറിയാം. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കിടയിൽ, അതായത് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും ഇതുപോലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏതോ ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞതായി മീഡിയയിൽ ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. അതിനുശേഷം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യവും മീഡിയയിലൂടെ ഞാൻ അറിഞ്ഞു. ഞാനും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും ആ മീഡിയയിൽ പറഞ്ഞു. സത്യം എന്താണെന്ന് വെച്ചാൽ 1% അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളറിയാതെ മറ്റുള്ളവർക്ക് തോന്നിയിരിക്കാം. സോ എനിക്ക് പറയാനുള്ളത്, ഇത്ര വലിയൊരു നീതിപീഠമുണ്ട്, നിങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു 1% തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ അരഗന്റായി പെരുമാറിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഹിമേഷ്, ഞാൻ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു കാലത്ത് താങ്കൾ പ്രൊഡ്യൂസർമാരുടെ പിന്നാലെ ചുറ്റിക്കറങ്ങിയതാണ്, പാട്ട് വാങ്ങിക്കാൻ വേണ്ടിയും പടത്തിൽ മ്യൂസിക് ചാൻസിന് വേണ്ടി. പക്ഷേ ഇപ്പൊ കാലം മാറിയിരിക്കുകയാണ്, പ്രൊഡ്യൂസേഴ്സ് താങ്കളുടെ പിന്നാലെ ചുറ്റിയാണ്. പ്രൊഡ്യൂസേഴ്സ് എൻ്റെ പുറകെ അങ്ങനെ ആരും വരുന്നില്ല. അതായത് ഞാൻ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സുമായി പുതിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാരണമായിരിക്കാം എൻ്റെ മേൽ ഇങ്ങനെയാണ് ഓരോ പഴി ചാരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നീ കൂടുതൽ എക്സ്പോസ് ആവുന്നു, കൂടുതൽ സിനിമകൾ ചെയ്യുന്നു, 30-35 സിനിമകൾ വരുന്നു. അതായത് ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത പാട്ടുകൾ, അതായത് സിനിമകൾ, അതിലെ പാട്ടുകൾ, അതായത് അവസാനത്തെ 4 മാസങ്ങൾ വരെ, ഒരു സമയത്ത് മാസത്തിൽ എൻ്റെ 4 സിനിമകൾ റിലീസായി. അതായത് ആ സമയത്ത് ഞാൻ ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു, വളരെ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരുന്നു. സോ അതായത് ഈ 4 സിനിമകൾ കാരണം ആ ബിസിനസ് ബാധിക്കപ്പെട്ടിരിക്കാം. ഞാൻ എപ്പോ കമ്പോസ് ചെയ്താലും എപ്പോ പാടിയാലും
അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണമെന്നേ ഞാൻ ആഗ്രഹിക്കൂ. അത് മ്യൂസിക് കമ്പനിക്കാണെങ്കിലും ശരി, പ്രൊഡ്യൂസർക്കാണെങ്കിലും ശരി, ആക്ടർക്കാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, ആ കമോഡിറ്റിയിലാണ് ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മാസത്തിൽ എന്റെ 4 സിനിമകൾ വന്നതുകൊണ്ട് എക്സ്പോഷർ അധികമായതുകൊണ്ട് സിനിമകൾ ഓടിയില്ല. സോ ഇൻഡസ്ട്രിയുടെ ബെറ്റർമെന്റിനു വേണ്ടി, പ്രൊഡ്യൂസർക്ക് വേണ്ടി എന്റെ ജോലി പോകുന്നു. ഹിമേഷ് രേഷ്മിയ എന്ന ബ്രാൻഡ് വർഷത്തിൽ 3-4 സിനിമകൾ ചെയ്താൽ മതിയെന്ന് അന്ന് തീരുമാനിക്കുന്നു. എങ്കിലേ പാട്ടുകൾക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും. ഗ്യാപ്പ് കിട്ടും, പിന്നെ റിലീസിനൊരു സ്പേസ് കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം. പക്ഷേ ഹിമേഷ്, ഇത് അരകണ്ടല്ലേ? അതായത് തുടക്കത്തിൽ താങ്കൾക്ക് ചില ഡയറക്ടേഴ്സ് നല്ല സന്ദർഭം നൽകി. സതീഷ് കൗശിക് താങ്കൾക്ക് തേരേനാമിൽ സന്ദർഭം നൽകി. ആനന്ദ് മഹാദേവൻ ഒരു വലിയ ഹിറ്റ് നൽകി. ഇപ്പൊ അവരുടെ സിനിമകൾക്ക് വേറെ മ്യൂസിക് ഡയറക്ടറെ അന്വേഷിച്ചുകൊണ്ട് പോകേണ്ട സ്ഥിതിയായി. കാരണം അവരുടെ സൈനിങ് എമൗണ്ട് താങ്കൾ തിരികെ നൽകിയിരിക്കുക. അതായത് ഞാൻ സൈനിങ് എമൗണ്ട് തിരിച്ചു കൊടുക്കാനുണ്ടായ കാരണം ഞാൻ സ്വന്തം സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതർവൈസ് സതീഷ് ജി ആയിക്കോട്ടെ, ആനന്ദ് ജി ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, പിന്നെ അബ്ബാസ് മസ്താൻ ജി ആയിക്കോട്ടെ, ഇവരെല്ലാവരും എന്റെ കരിയറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ്. ഞാൻ തീർച്ചയായും അവരുമായിട്ട് വീണ്ടും വർക്ക് ചെയ്യും. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ സ്വന്തം സിനിമയിലാണ്. ഫിലിം പ്രൊഡ്യൂസ്ഡ് ബൈ വിജയ് തനുജ, പിന്നെ ഡയറക്ടർ പ്രശാന്ത്. ഇത് വേറൊരു പ്രൊഡ്യൂസറുടെ പടമാണ്. ഡയറക്ടർ പുറത്തുനിന്നുള്ള ആളാണ്. ഞാൻ കമോഡിറ്റി ഓൾറെഡി അതിൽ സൈൻ ചെയ്തു. അതിൽ ഞാൻ കമ്പോസ് ചെയ്യണം, ആക്ട് ചെയ്യണം. അതൊരു വലിയ സ്കെയിൽ പടമാണ്. അബ്രോഡിലാണ് അതിന്റെ ഷൂട്ട്. ആ സമയത്ത് ഞാനിവിടെ ഇല്ല. അവരുടെ ജോലി ഞാൻ കാരണം വൈകിയാൽ പിന്നീട് അവർ പറയും, നിങ്ങൾ ഞങ്ങൾക്ക് സമയം തന്നില്ല. ഇതിനു മുമ്പ് ഒരു ഫോൺ ചെയ്താൽ ഉടനെ ഓടിയെത്തും, ഇപ്പോൾ ഒരു സിറ്റിംഗ് പോലും തരുന്നില്ല എന്ന് പറയും. അങ്ങനെ ഒരു പേര് വരാതിരിക്കാനാണ് ഞാൻ ഡേറ്റെല്ലാം കൃത്യമായി ക്ലിയർ ചെയ്തത്. അതർവൈസ് അരഗന്റ് കാണിച്ച് ഞാൻ ഒരിക്കലും അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. താങ്കളുടെ അരഗൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞു, ഞാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ താങ്കൾ 36 ഹിറ്റുകൾ നൽകി. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. ഇതുവരെ ഇത്രയും ഹിറ്റ് പാട്ട് മുകേഷും നൽകിയില്ല, KL സൈഗളും ഇത്രയും പാട്ടുകൾ നൽകിയില്ലെന്ന്. ഇത് സത്യമാണ്. അതായത് മുകേഷ് ജി, പിന്നെ RD ബർമൻ ജി, മനഃപൂർവ്വം ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ എന്തുകൊണ്ടാണ്, എങ്ങനെയാണിത് പറഞ്ഞതെന്ന് 36 ഹിറ്റ്സ് ഹിമേഷ് രേഷ്മിയ 36 ഹിറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് റെക്കോർഡ് ബുക്കിൽ വന്നതാണ്. അത് ഞാൻ എൻ്റെ വാ കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് വളരെ വലിയ തെറ്റാണ്. അതിന്റെ പേരിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് മാപ്പ് തരണം, ക്ഷമിക്കണം. ശരി, ഈ കുറ്റാരോപണത്തിൽ നിന്ന് താങ്കളെ വേണേ വിമോചിപ്പിക്കാം. പക്ഷെ ഞാനൊന്നും ചോദിക്കില്ല. പക്ഷേ താങ്കൾക്ക് ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടുമ്പോൾ താങ്കൾ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ അറഗൻസോടാണ് താങ്കൾ പോകുന്നത്. MTV അവാർഡ് കിട്ടിയപ്പോൾ താങ്കൾ 2 അവാർഡ് കൈവശം വെച്ചിട്ട് പറഞ്ഞു, ഈ അവാർഡ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന്. അല്ലല്ല, അതങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഓഡിയൻസിന്റെ റിയാക്ഷൻ കാണിച്ചില്ല. ഓഡിയൻസ് എന്നോട് ചോദിച്ചു, ഈ അവാർഡ് നിങ്ങൾക്ക് തന്നതാണോ അതോ നിങ്ങളത് വില കൊടുത്ത് വാങ്ങിച്ചതാണോ എന്ന് ചോദിച്ചു, തമാശ രൂപത്തിൽ. അവർ വേറെ അർത്ഥത്തിലല്ല അത് ചോദിച്ചത്, തമാശയായിട്ടാണ് പറഞ്ഞത്. അതിന് ഞാൻ അതെ എന്ന് പറഞ്ഞു. ആ ഒരു സംഭവമാണ് ഹൈലൈറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുകയാണ്. ഞാൻ വളർന്നു വരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. അല്ല, ഞാനിന്ന് വളരെ ഡിപ്ലോമാറ്റിക് ആണ്. അല്ലെങ്കിൽ എന്നെ ഇന്ന് ഒരു ലെവലാക്കിയത്. ഞാൻ താങ്കൾക്ക് ഐഫ അവാർഡ് ഓർമ്മപ്പെടുത്തുകയാണ്. പറയൂ. ഐഫ അവാർഡിന്റെ സമയത്ത് താങ്കൾ സ്റ്റേജിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞത്, ഞാൻ പ്ലേബാക്ക് സിംഗറിൽ അമിതാഭ് ബച്ചൻ സാറിനെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും അങ്ങനെ ആഗ്രഹിക്കാമല്ലോ. ഇപ്പൊ അമിതാഭ് ബച്ചൻ ജി ഐഡിയൽ ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രിയാണ്. അദ്ദേഹത്തിന്റെ ലെവൽ തന്നെ വേറെയാ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. ആരാണെങ്കിലും അവരവരുടെ ഫീൽഡിൽ അമിതാഭ് ബച്ചനെ പോലെ ആവണമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്റെ ഫീൽഡിൽ അമിതാഭ് ബച്ചൻ ആവണമെന്നാണ് പറഞ്ഞത്. അത് ഡെഫിനറ്റ്ലി അദ്ദേഹത്തെ കണ്ട് ആഗ്രഹിച്ചതാണ്. അമിതാഭ് ബച്ചന്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങൂ, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ലെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞത് അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ താങ്കളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, പറയാത്ത കാര്യങ്ങളും താങ്കൾ അംഗീകരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ചെറുപ്പത്തിലെ താങ്കൾ ഇത്രയും വിജയങ്ങൾ നേടിയെടുത്തു. താങ്കളുടെ പല പാട്ടുകൾ ഹിറ്റായിട്ട് മാറി. മ്യൂസിക് ഡയറക്ടറായും സിംഗറായും താങ്കളെ ഒരു ഉസ്താദായിട്ട് കാണാനും തുടങ്ങി. ഇല്ല സാർ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. കരുതിയിട്ടില്ലേ? താങ്കൾ അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ ഹിമേഷ് രേഷ്മിയ എന്ന പേരിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തുറക്കാൻ പോവുകയാണെന്ന്. അതെ, അതെ, സത്യമാണ്. 100%. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഡാഡി ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ഗുരുക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മ്യൂസിക് എത്ര പഠിച്ചാലും മതിയാവില്ല, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ ഈ സ്കൂൾ ഓഫ് മ്യൂസിക് കോൺസെപ്റ്റ്, അതായത് എൻ്റെ അഭിപ്രായത്തിൽ, അതായത് ഇത്ര പ്രോഗ്രസീവായൊരു കാര്യം
ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത്? നമുക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നല്ല മൾട്ടിപ്ലക്സ് ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ നല്ല ഷോപ്പിംഗ് മാളുണ്ട്. ഇന്ത്യ അത്രയ്ക്ക് പ്രോഗ്രസ് ആയിട്ടുണ്ട്. മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, നല്ല ഹൈടെക്കിൽ, സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ക്ലാസിഫൈഡ് ഡിവിഷനിൽ എല്ലാ വിധത്തിലുള്ള മ്യൂസിക്കും പഠിപ്പിച്ചു കൊടുക്കണം, അണ്ടർ വൺ റൂഫ്. ബിക്കോസ് എല്ലാ വീട്ടിലും പറയുകയാണെങ്കിൽ ഗോഡ് ഗിഫ്റ്റുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ടാലന്റുള്ള കുട്ടികൾ. പക്ഷേ ആ ടാലന്റ് വെറും ഹോബിയായി പോവുകയാണ്. ആ കഴിവുകൾ പ്രൊഫഷണലായി കൊണ്ടുവരാൻ കഴിയാതെ പാഴായി പോവുകയാണ്. പക്ഷേ ഇതൊക്കെ തീർച്ചയായും നടത്തേണ്ടതാണ്. താങ്കൾക്ക് ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല, ഇപ്പോഴും അച്ഛന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്ലാസിക്കലിൽ രാഗം എല്ലാം ഞാൻ പഠിച്ചത് എന്റെ ഡാഡിയിൽ നിന്നാണ്. ഓരോ പാട്ടിലും രാഗം ബേസ് മ്യൂസിക്കാണ്. അതായത് അത് സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് എത്തും. അതായത് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് സ്റ്റോറി. താങ്കൾക്കൊരു എക്സാമ്പിൾ നൽകാൻ സാധിക്കുമോ? താങ്കളുടെ പാട്ടുകളിൽ എവിടെയാണ് ക്ലാസിക്കൽ മ്യൂസിക് ഉള്ളത്? എന്റെ ആദ്യത്തെ പാട്ട് നോക്കാം. तूने मेरे नाम की, चाहे दुनिया जो भी सोचे हमको करना क्या, प्यार किया तो डरना क्या, ओ जब प्यार किया तो डरना क्या. ഇപ്പൊ ജനങ്ങൾ താങ്കളോട് എന്ത് ചോദ്യം ചോദിക്കാൻ പോകുന്നു നോക്കാം. ഓരോരുത്തരായിട്ട് ചോദിക്കൂ. തേർഡ് റോയിൽ താങ്കൾ. ഹിമേഷ് സാർ, താങ്കളുടെ മ്യൂസിക്കൽ ഫാക്ടറിയിൽ നിന്ന് താങ്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്കായി ഒന്ന് പാടാമോ സാർ? आशिकी में तेरी जा जा जाएगी जा मेरी, आशिकी में तेरी जा जा जाएगी जा मेरी, दे दे दिल, दे दे दिल, दे दे दिल, दे दे दिल, आपकी अदालत में है कसम है मेरी, जा जा जाएगी जा मेरी, आशिकी में तेरी जा जा जाएगी जा मेरी. ഇപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോ ഹിമേഷ് പറഞ്ഞ ചില അഭിപ്രായങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി വന്ന ചർച്ചകൾ, അത് നമുക്ക് ബ്രേക്കിന് ശേഷം ചർച്ച ചെയ്യാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഹിമേഷ് കൂടുതൽ സംസാരിക്കുന്നതിന്റെ അർത്ഥം തന്നെ പറ്റി പുകഴ്ന്ന് സംസാരിക്കുന്നതാണ്. താങ്കൾ തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ട്. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ 4 പ്രാവശ്യം താങ്കളുടെ പ്രവർത്തികൾ മാറ്റി. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. അതിനുശേഷം 4 പ്രൊഫഷണൽസ് മാറിയതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ 4 തവണ ഞാൻ ക്ഷമയും ചോദിച്ചു. പ്ലീസ് ഫോർഗിവ് മീ, ഞാൻ അറിയാതെ ചെയ്തു പോയതാന്ന് പറഞ്ഞു. പക്ഷേ ഈ 4 പ്രൊഫഷൻ ഞാൻ പുറത്തുപോയി അല്ല ചെയ്തത്, ഫിലിം ഇൻഡസ്ട്രിക്കുള്ളിലാണ് ചെയ്തത്. ഞാൻ പുറത്തുപോയി കാർപ്പന്റർ ജോലി ചെയ്തില്ല, ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പോയില്ല, ഞാൻ ഇതിനകത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ടി വി പ്രൊഡ്യൂസറിൽ നിന്ന് മ്യൂസിക് ഡയറക്ടറായി, മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് സിംഗറായി, പിന്നെ സിംഗർ ആയതിനു ശേഷം ഇപ്പോ ആക്ടർ ആകാൻ ശ്രമിക്കുകയാണ്, ഹീറോ ആകാൻ. ബട്ട് അതേ ഇൻഡസ്ട്രി തന്നെയല്ലേ ഞാൻ ഹീറോ ആയിരുന്ന സമയത്ത് മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നു. ആ ഇമേജ് ഓൾറെഡി എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്, ഒരു മ്യൂസിക് ഡയറക്ടറായി, സിംഗർ, അതെല്ലാം തന്നെ എന്റെ ബെസ്റ്റ് ആയിരിക്കണം. എന്റെ മ്യൂസിക്കിലാണ് ഈ സിനിമ വരുന്നത്. പറ്റാവുന്നത്ര നന്നായി പെർഫോം ചെയ്യണം. ജനങ്ങൾക്കത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിജയ് തനുജയാണ്. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഈ പ്രൊഫഷനു വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഇതിലും ഞാൻ നന്നായി ട്രൈ ചെയ്യും. അഭിനയിക്കുന്ന സിനിമയെക്കുറിച്ച് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം താങ്കൾ ജീവിതത്തിൽ ചിരിച്ചു കണ്ടിട്ടേയില്ല. താങ്കൾ ചിരിച്ചാരും കണ്ടിട്ടില്ല. അതായത് എപ്പോഴും ട്രാജഡി സീനിലുള്ളതുപോലെയാണ്. ഈ സിനിമയും ദേവദാസ് പോലെയുള്ള ഒന്നാണോ, അല്ലെങ്കിൽ ദിലീപ് കുമാറിനെ പോലെ ട്രാജഡി കിങ് ആയിട്ട് മാറുമോ? അതായത് ഞാൻ എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന് വെച്ചാൽ,
അതായത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ വീഡിയോയിൽ. പെൺകുട്ടികൾ വിട്ടിട്ട് പോകും. പക്ഷെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ജീവിതത്തിൽ നടക്കുന്നോർത്ത് എനിക്ക് തന്നെ ചില സമയത്ത് ചിരി വരുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തന്നെ മനസ്സിലാവില്ല. അതായത് ആപ്കാ സുറൂർ ബേസിക്കലി ഒരു ത്രില്ലർ മൂവിയാണ്. വളരെ ഫാസ്റ്റ് ബേസ്ഡ് ഫിലിം. പക്ഷെ ഒരു ആംഗിളിൽ അതിലുള്ള റൊമാൻസ് റിയൽ ലൈഫ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടതാണ്. അതിലുള്ള വളരെ ഇന്റൻസീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു യൂണിക്കായിട്ടുള്ള കാര്യമാണ്. പ്രീ കമന്റ് ഉണ്ട്, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, തൊപ്പിയുമായി ബന്ധപ്പെട്ട അങ്ങനെ പലതും. പറഞ്ഞു ഈ വന്ന സിനിമയിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ താങ്കൾ ക്യാപ്പ് ധരിക്കുമോ ഇല്ലയോ എന്ന്? താങ്കൾ ക്യാപ്പ് ഊരിയാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. യെസ്, അതിലൊരു 10 മിനിറ്റ് പോർഷൻ ഉണ്ട്. ആ സീനിൽ ഞാൻ ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് അത് ആൾസോ കണക്റ്റഡ് വിത്ത് വെരി ത്രില്ലിംഗ് ഫിക്ഷൻ പ്ലോട്ട്. കാരണം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രംഗം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരാൾ പണം മുടക്കുകയല്ലേ, ഒരിക്കലും ലോസ് വരരുത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്കെയിൽ വളരെ വലുതാണ്. ആൻഡ് പ്രശാന്തും വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഈവൻ ഗാരി പോൾ, അദ്ദേഹം കാസിനോ റോയലിന്റെ ആക്ഷൻ മാസ്റ്ററാണ്, അദ്ദേഹമുണ്ട്. അപ്പൊ താങ്കളുടെ വലിയ രീതിയിലുള്ള സ്റ്റണ്ടൊക്കെ കാണാൻ സാധിക്കും. അതായത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാണുന്നവർ കഴിയാത്തൊന്നും ചെയ്തു എന്ന് പറയാൻ പാടില്ല. ഞാൻ കോൺഷ്യസായി ഈ ഇൻഡസ്ട്രിയിൽ ഗ്രോ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങളെല്ലാം ബോധ്യമുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എന്തൊക്കെ പറ്റും. ഞാൻ ഈ സിനിമയിൽ ഹിമേഷ് രേഷ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ഐ എം പ്ലേയിങ് HR. എല്ലാവരും വിശ്വസിക്കുന്ന പോലൊരു ക്യാരക്ടറാണ് ഞാനിതിൽ ചെയ്യുന്നത്. ഈ ഫിലിം തീർച്ചയായും ഇറ്റ്സ് വെരി വെരി ഒരു കാര്യത്തിൽ മാത്രം ഒരു വ്യക്തത വേണം. ഈ സിനിമയിലും പെൺകുട്ടി താങ്കളെ വിട്ടിട്ട് പോകും. ഇപ്പൊ നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ആരാ വരിക? ധാരാളം സിംഗേഴ്സ് ഉണ്ട്. അവര് ആദ്യത്തെ പ്രാവശ്യം അവരുടെ ലെക്ക് ട്രൈ ചെയ്തു. സോണു നിഗം സിനിമയിലൊന്ന് ട്രൈ ചെയ്തു. ആ പടം ഫ്ലോപ്പായി. ഇനി ജീവിതത്തിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്തു. കുമാർ സാനു ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അദ്ദേഹവും ഫെയിലായി. താങ്കൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? അതായത് അവരുടെ എല്ലാം അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കില്ല. അവരുടെ അനുഗ്രഹമില്ലെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കൂ. ആൻഡ് സോ ഫൈനലി ഞാൻ ആപ്കി അദാലത്തിൽ വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ അനുഗ്രഹത്തോടെ ഇവിടുന്ന് പോകൂ. ഒരു എക്സാമ്പിളുണ്ട്. അതായത് കിഷോർ കുമാർ സാർ, അദ്ദേഹം ഒരു വളരെ വലിയ എക്സാമ്പിളാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് കോമഡിയിൽ അദ്ദേഹം വളരെ അത്ഭുതകരമായ കോമഡിയാണ് പെർഫോം ചെയ്തിരുന്നത്. വളരെ സക്സസ്ഫുള്ളായ ഒരു എക്സാമ്പിളാണ്. അദ്ദേഹം ഒരു റോൾ മോഡലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, വേണ്ട, ഇതും കോൺട്രവേഴ്സിയായി മാറും. വിട്ടേക്കും. ശരി, ഇപ്പൊ ജനങ്ങളോട് ചോദിക്കാം. അവർ പല ചോദ്യങ്ങളും ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സാർ, നിങ്ങളുടെ സോങ്ങിലേക്ക് മിക്കവാറും നിങ്ങൾ ഇമ്രാൻ സാറിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഇമ്രാൻ ഹാഷ്മിയോടൊപ്പം ആയിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട്. അത് അക്സറിലാണ്. പിന്നെ മറ്റൊരു പാട്ടും കൂടി ഉണ്ടായിരുന്നു. സോ ഇമ്രാൻ ഹാഷ്മിക്കും എനിക്കും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അക്ഷയ് കുമാർ സാറിന് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഹിറ്റായിരുന്നു. ബോബി ഡിയോൾ സാറിന് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സാഹിദ് കപൂറിനും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇമ്രാൻ ഹാഷ്മിക്ക് വേണ്ടി മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ബട്ട് അദ്ദേഹം പാട്ട് വളരെ മനോഹരമായി ക്യാരി ചെയ്തിരുന്നു. അക്ഷയ് കുമാർ സാറും അതുപോലെ തന്നെ. അതായത് അർമാൻ, ഹംകോ ദിവാന ക്യാരി ചെയ്തു. ഈ കാര്യത്തിൽ ആക്ടേഴ്സ്, ഫിലിം പ്രൊഡ്യൂസേഴ്സ്, ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ നല്ല മീഡിയ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇക്കാര്യം ഇവിടെ പറയുന്നത്. അതല്ലാതെ ഞാൻ ഇത് മനഃപൂർവ്വം ഇവിടെ പറയാൻ തീരുമാനിച്ചതല്ല. ഞാൻ ഒരു കാരണമില്ലാതെ അല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഇതാണ് യഥാർത്ഥ സത്യം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഹിമേഷ് രേഷ്മയെ എനിക്ക് വളരാൻ കഴിയില്ലായിരുന്നു. താങ്കൾ ഈ കാര്യവും അംഗീകരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്, എന്റെ ആൽബം വിറ്റ അളവില് വേറെ ആരുടെ ആൽബം വിറ്റില്ലെന്ന്. അപ്പൊ താങ്കൾ കുറച്ച് ഓവറായിട്ടല്ലേ സംസാരിക്കുന്നത്? അതെ, അത് സത്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കത് മനസ്സിലാവുന്നില്ല. അതെ, ഒരു പക്ഷേ ഏതോ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ടോണിൽ, ഒരു ട്രസ്റ്റ് ഔട്ടായ കാര്യത്തിൽ, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ അറിയാതെ വന്നിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയതാവാം. ആപ്കാ സുറൂർ ആൽബം വളരെ നന്നായി മൂവായിരുന്നു. അതൊരു ഇൻഫർമേഷൻ പോലെയാണ് ഞാൻ ഷെയർ ചെയ്തത്. പക്ഷേ അതിലും ഒരു കുറവുണ്ടായി, ഒരു തെറ്റ് ചെയ്ത പോലെ. ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാർ, താങ്കളോടുള്ള എന്റെ ചോദ്യം എന്താണെന്നാൽ, താങ്കളുടെ റിയൽ ലൈഫിലും ഏതെങ്കിലും ഒരു പെണ്ണ് താങ്കളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? അയ്യോ, അതുകൊണ്ടാണ് ഈ സിനിമ റെഡിയാവുന്നത് തന്നെ. അത് എത്രയും പെട്ടെന്നൊന്ന് ഇറങ്ങട്ടെ. എല്ലാരും ചോദിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്, അത് ആരാണ്, അവൾ ആര്?
ആരാണവൾ? അത് എന്തു പറയാനാ? എനിക്കിപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഈ കാര്യം ഇപ്പോൾ വിട്ടേക്കും. എനിക്ക് കുറച്ച് കൂടുതൽ പരിക്ക് പറ്റിയെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, പരുക്കെന്ന് അതിന് എനിക്ക് അങ്ങനെയുള്ള പരുക്കുകളൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചില എക്സാമ്പിൾസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്റെ കർമ്മ എത്രമാത്രം ബെറ്ററാണോ നിന്റെ ജീവിതം അതുപോലെ ആയിത്തീരുമെന്ന്. അതുകൊണ്ട് ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാനേ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. ഒരു 1% ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഐ പ്രോമിസ് യു, ഞാനൊരു നല്ല മനുഷ്യനാവാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് പാട്ടുപാടി പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നെന്ന്? ഏത് പാട്ടാ ഇപ്പൊ പാടുന്നത്? സർ, ഞാൻ നിന്നുകൊണ്ട് പാടിക്കോളാം. തീർച്ചയായും. തനഹയ്യാ 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 സാരാ ആലം സാരെ മौसम सारी खुशियाँ सारी दुनिया तेरे बगैर तन्हाइया 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 तुझे भूल जाना जाना मुमकिन नहीं, तुझे भूल जाना जाना मुमकिन नहीं, तू याद ना आए ऐसा कोई दिन नहीं. ओ तू याद ना आए ऐसा कोई दिन नहीं, तुझे भूल जाना जाना मुमकिन नहीं, तू याद ना आए ऐसा कोई दिन नहीं. ओ अब ഈ ഒരു പാട്ടും കൂടെ പാടാം. ഇവിടെ പ്രേതമൊന്നും വരാതെ നോക്കിക്കോണേ. झलक दिखला जा एक बार एक बार एक बार एक बार एक बार आजा जा 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 एक बार आजा जा 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 झलक दिखला जा झलक दिखला जा एक बार आजा जा 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 जा. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അതായത് താങ്കളുടെ സ്റ്റൈലിനെ കുറിച്ച്, താങ്കളുടെ തൊപ്പിയെക്കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയും പ്രസിദ്ധ ക്ലാസിക്കൽ ഡാൻസറുമായ ഉമാ ശർമ്മയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് ഹിമേഷ് രേഷ്മയോട് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പാട്ടിനെ കുറിച്ച്, അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നതിനെ കുറിച്ചും ചോദിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കാരണം കൂടുതൽ ചർച്ച വരുന്നതിനെ കുറിച്ചും ചോദിച്ചു. പക്ഷേ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം വളരെ ധൈര്യമായിട്ടാണ് ഉത്തരം നൽകിയത്. അതുപോലെ തെറ്റുകൾ അംഗീകരിച്ച് അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധ നർത്തകിയായ ഉമാ ശർമ്മയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്വരങ്ങളെക്കുറിച്ചുള്ള അറിവെന്നത് ഒരു കലാകാരൻ എത്ര ഉയരത്തിലേക്ക് ചെന്നാലും അദ്ദേഹം എപ്പോഴും സ്വരങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ അതിൻ്റെ പ്രയത്നത്തിലാണിപ്പോൾ. ഒരു നല്ല മ്യൂസിക് ഡയറക്ടർ ആകണം, ഒരു നല്ല സിംഗർ ആകണം. ഇത് നിങ്ങളുടെ ജീവിത ലക്ഷ്യമായിരിക്കുന്നു. ഒപ്പം അത് നിങ്ങളുടെ നേച്ചറായിരിക്കുന്നു. അത് അങ്ങനെ തന്നെ തുടരട്ടെ. ഹംബിൾനെസ് കൈവിടരുത്. വിജയിച്ചുകൊണ്ടേ പോകൂ. വിജയത്തിന്റെ കൊടുമുടിയിലെത്തൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, അഹങ്കാരം അത്ര നല്ലതല്ല. അതുമാത്രം ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഗുഡ് വിഷസ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ശിക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നു. ആ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ,
ആഷിക് ബനായ പാട്ട് പാടണം. आशिक बनाया, आशिक बनाया, आशिक बनाया अपने. तेरे बिन सूनी सूनी है बाहें, तेरे बिन प्यासी प्यासी निगाहें, तेरे बिन बिन असर मेरी आहें, तेरे बिन लम्हा लम्हा सताए, तेरे बिन बेकरारी चलाए, तेरे बिन चैन मुझको ना आए, तेरे बिन आशिक बनाया, आशिक बनाया, आशिक बनाया अपने. मेरी निगाहों में तेरा चेहरा रमा है, कह रहे हैं अरमा जाने जा पागल समा है. मेरी निगाहों में तेरा चेहरा रमा है, कह रहे हैं अरमा जाने जा पागल समा है. ओ तेरे बिन रात कटती नहीं है, तेरे बिन प्यास मिटती नहीं है, तेरे बिन दूरी घटती नहीं है, तेरे बिन